ആദ്യാവസാനം വിവാദങ്ങളിലായിരുന്നു ഇത്തവണ കേരള സർവകലാശാല കലോത്സവം. കോഴ ആരോപണത്തിൽ വിധികർത്താവ് ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായതും വിദ്യാർത്ഥി സംഘടനകളുമെല്ലാം കലോത്സവത്തിൻ്റെ നിറം കെടുത്തി. ഒടുവിൽ VC ഇടപെട്ട് കലോത്സവം അവസാനിപ്പിക്കുന്ന അവസ്ഥ വരെയുണ്ടായി. പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച വിധികർത്താവ് PN ഷാജി ആത്മഹത്യ ചെയ്തതോടെ കോഴ വിവാദം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിരപരാധിയായ ഷാജിയെ കേസിൽ കുടുക്കുകയായിരുന്നു എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. പാലക്കാട് എക്സൈസ് കസ്റ്റഡിയിലിരുന്ന പ്രതി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട കേസിലും കുടുംബം ആരോപണവുമായി രംഗത്തുണ്ട്. ഈ കേസുകളിലേക്കാണ് പോലീസ് പെട്രോൾ ഇന്ന് ആദ്യം കടക്കുന്നത്. എല്ലാവർക്കും പോലീസ് പെട്രോളിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ചോദ്യം ചെയ്യാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെയാണ് വിധികർത്താവ് കണ്ണൂർ സ്വദേശി PN ഷാജിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അന്യായമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും ഇതുവരെ ആരിൽ നിന്നും പൈസ വാങ്ങിയിട്ടില്ലെന്നും ഷാജിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഷാജിക്ക് മർദ്ദനമേറ്റിരുന്നു എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. അതേസമയം കോഴക്കേസിൽ പ്രതികളായ 2 നൃത്ത പരിശീലകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിൻ്റെ വിശദീകരണം തേടി. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്ന PN ഷാജിയെ കണ്ണൂരിലെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിരപരാധിയാണെന്ന ആത്മഹത്യാക്കുറിപ്പും വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഷാജി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും മുഖത്ത് മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നതായും അമ്മ ലളിത പറഞ്ഞു. അന്ന് വന്നേന്ന് മുതലല്ലേ എന്നോട് ഇങ്ങനെ പറയുന്നു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, കാല് പിടിച്ചിട്ടും മൂത്തം തന്നിട്ടും പിന്നെ എൻ്റെ മടി തല വെച്ചിട്ടും കിടന്നിട്ടും അന്നേരെ പറയുന്ന വർത്താനാണിത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ, എനിക്ക് എൻ്റെ അമ്മേനെ മാത്രമേ വിശ്വസിപ്പിക്കണ്ടു, വേറെ ആരെയും വിശ്വസിപ്പിക്കണ്ട എന്നല്ലാന്ന് അന്നേ പറയുന്നു. ഇന്നലെ രാവിലെയും പറഞ്ഞു. ഇന്നലെ രാവിലെ മറ്റേ മോൻ്റെ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഓളും ചക്കനും കുറേയെല്ലാം പറഞ്ഞു ഇവനോട്, പിന്നെ പാപ്പ നിങ്ങൾ ഒന്നും ഇതാക്കണം, മനസ്സ് വിഷമിപ്പിക്കണ്ട, ഇതെല്ലാം വെറുതെയാണ് പിന്നെ എന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലോ പറഞ്ഞു. ഓളും പറഞ്ഞു ഷാജിയെ SFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നാണ് ആരോപണം. ആത്മഹത്യയിൽ SFIക്കെതിരെ ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടന്ന കലോത്സവത്തിലെ മാർഗംകളി മത്സരവുമായി ബന്ധപ്പെട്ടാണ് കോഴ വിവാദമുണ്ടായത്. വിധികർത്താവായ കണ്ണൂർ ചൊവ്വ സ്വദേശി PN ഷാജിക്ക് പുറമെ പരിശീലകനും ഇടനിലക്കാരനുമെന്ന് കരുതുന്ന കാസർഗോഡ് പരപ്പ സ്വദേശി ജോമെറ്റ്, മലപ്പുറം താനൂർ സ്വദേശി C സൂരജ് എന്നിവരെയാണ് കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിടുകയായിരുന്നു. കലോത്സവ പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി കൺവീനറും SFI ജില്ലാ പ്രസിഡന്റുമായ നന്ദനാണ് പരാതി നൽകിയിരുന്നത്. ഷാജി 2ഉം 3ഉം പ്രതികളുടെ സ്വാധീനത്തിന് വഴങ്ങി വിധിയിൽ കൃത്രിമത്വം കാട്ടിയതായും പ്രതികൾ പരിശീലിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് നൽകിയതായും FIR-ൽ പറയുന്നു. അതിനിടെ ജോമെറ്റും സൂരജും സമർപ്പിച്ചിരുന്ന മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. ആത്മഹത്യ ചെയ്ത 1-ാം പ്രതിയുടെ അതേ മാനസികാവസ്ഥയിലാണ് തങ്ങളെന്ന് ഹർജിക്കാർ കോടതിയിൽ പറഞ്ഞു. ഇവരുടെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല. പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നും വീണ്ടും അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപിച്ചാണ് ജോമെറ്റും സൂരജും ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതിനിടെ സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെ കാലാവധി നീട്ടാനുള്ള നിർദ്ദേശം VC തള്ളി. ഫെബ്രുവരി 26-ന് കാലാവധി അവസാനിച്ച യൂണിയൻ യുവജനോത്സവം സംഘടിപ്പിച്ചത് അനധികൃതമായെന്നാണ് VCയുടെ കണ്ടെത്തൽ. ഷാജിയുടെ ആത്മഹത്യയ്ക്ക് വഴിവെച്ച സാഹചര്യവും മത്സരവേദിയിൽ ഉയർന്നുവന്ന കോഴ ആരോപണവും അന്വേഷിക്കാൻ കേരള പോലീസിന് കത്ത് നൽകാൻ വൈസ് ചാൻസലർ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് എക്സൈസ് ഓഫീസിലെ ലോക്കപ്പിനുള്ളിൽ പ്രതി തൂങ്ങി മരിച്ച നിലയിൽ. ഹാഷിഷ് ഓയിൽ കടത്തിയ കേസിൽ പ്രതി ഇടുക്കി സ്വദേശി ഷാജോ ജോണാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം.
സംഭവവുമായി ബന്ധപ്പെട്ട് 2 എക്സൈസ് ജീവനക്കാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. രണ്ട് കിലോ ഹാഷിഷുമായി കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി സ്വദേശി ഷോജോ ജോണിനെ പാലക്കാടുള്ള വാടക വീട്ടിൽ നിന്ന് എക്സൈസ് അറസ്റ്റ് ചെയ്യുന്നത്. രാത്രിയിൽ ഷോജോയെ പാലക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ ലോക്കപ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ ഷോജോ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. വീട്ടിൽ നിന്ന് ഹാഷിഷ് കണ്ടെടുത്തിട്ടില്ലെന്നും ഭാര്യ ജ്യോതി പറഞ്ഞു. രാവിലെ മരിച്ചു എന്ന് പറഞ്ഞില്ല, ഒരു അബദ്ധം കാണിച്ചു എന്ന് മാത്രം. ഇവിടെ വന്നിട്ടാണ് മരിച്ചു എന്ന് തന്നെ പറഞ്ഞു. ഫോൺ ചെയ്ത് മരിച്ചു അതും പറഞ്ഞിട്ടില്ല. അവര് ഇന്ന സമയമേ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ പറഞ്ഞു. അതും ഇവിടെ വന്നിട്ടാണ് മരിച്ചു എന്ന് പറയുന്നത്. ഞങ്ങൾ എവിടെയാണ് എന്നാണ് ചോദിച്ചപ്പോഴാണ് ആ സംശയം. കാരണം സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ചാൻസും ഇല്ല. ഒരു കേസ് വന്നു, ശരിയാണ്, സ്വാഭാവികമായിട്ടും നമുക്ക് ആ കേസിൽ നമ്മുടെ സത്യസന്ധത തെളിയിക്കാനുള്ള സമയമുണ്ടല്ലോ, അത് തെളിയിക്കാം. ഇനിയിപ്പോൾ അഥവാ ഇനി എന്തെങ്കിലും ആണെങ്കിലും അതിനുള്ള ശിക്ഷയല്ലേ കിട്ടുള്ളൂ. ഒരാൾ സ്വന്തം ജീവൻ എന്തായാലും കളയുമോ, സ്വന്തം ഭാര്യയും മക്കളെയും വിട്ടിട്ട്? സംഭവവുമായി ബന്ധപ്പെട്ട് രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 എക്സൈസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഷോജോയുടെ മരണം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ മരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരൂ എന്നാണ് പോലീസ് നിലപാട്. ന്യൂസ് 18 പാലക്കാട്. മലപ്പുറം അരീക്കോട് ഫുട്ബോൾ മത്സരത്തിനിടെ ഐവറി കോസ്റ്റ് താരം ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അരീക്കോട് പോലീസ് കേസെടുത്തത്. ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക, വധശ്രമം, ആക്രമിച്ച് പരിക്കേൽപ്പിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. വംശീയമായി അധിക്ഷേപിച്ചെന്നും വിദേശ താരത്തിൻ്റെ പരാതിയിൽ പറഞ്ഞിരുന്നു. അതേസമയം കാണികളെ ചവിട്ടിയതാണ് പ്രശ്നത്തിന് തുടക്കമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഞായറാഴ്ചയാണ് ഹസൻ ജൂനിയർ എന്ന വിദേശ താരത്തെ കാണികൾ സംഘം ചേർന്ന് ആക്രമിച്ചത്. മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസമാണ് താരം മലപ്പുറം എസ് പിക്ക് പരാതി നൽകിയത്. വംശീയമായി അധിക്ഷേപിച്ചെന്നും ഹസൻ ജൂനിയറിന്റെ പരാതിയിൽ ആരോപണമുണ്ട്. പരിക്കേറ്റ ഹസൻ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഫൈവ്സ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിനിടെയാണ് സംഭവം. ഹസൻ ഉൾപ്പെടെയുള്ള കളിക്കാർ അണിനിരുന്ന പുക്കുളത്തൂർ ടീമും വെള്ളേരി ടീമുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടിയത്. ആദ്യ പകുതിയിൽ പുക്കുളത്തൂർ ടീം ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്നതിനിടെ ഹസനെ എതിർ ടീമിന്റെ ആരാധകർ വംശീയമായി അധിക്ഷേപിച്ചെന്നാണ് പരാതി. ബ്ലാക്ക് മാൻ, ബ്ലാക്ക് മങ്കി ഉൾപ്പെടെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് അധിക്ഷേപിച്ചതെന്നും ഹസൻ പരാതിയിൽ പറയുന്നു. ഇതിനെ ചോദ്യം ചെയ്തതോടെ മത്സരം കാണാനെത്തിയ ഒരു കൂട്ടം ആളുകൾ താരത്തെ സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് കേസ്. സംഘാടകരെത്തിയാണ് ഹസനെ രക്ഷപ്പെടുത്തിയത്. താരത്തിന് നേരെ കല്ലേറുമുണ്ടായി. അതേസമയം ഹസൻ മോശമായി പെരുമാറുകയും കാണികളെ ചവിട്ടുകയും ചെയ്തുവെന്ന ആരോപണവുമായി നാട്ടുകാരും രംഗത്തുണ്ട്. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ ഷഹ്ന ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ഡോക്ടർ റുവൈസിന് മെഡിക്കൽ കോളേജിൽ പഠനം തുടരാം. PG പഠനം വിലക്കിയ ആരോഗ്യ സർവകലാശാല ഉത്തരവിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ അനുവദിച്ചു. പഠനം തുടരാനായില്ലെങ്കിൽ പരിഹരിക്കാൻ ആകാത്ത നഷ്ടമുണ്ടാകുമെന്നും ഒരാഴ്ചയ്ക്കകം പുനഃപ്രവേശനം നൽകണമെന്നും കോടതി പറഞ്ഞു. സ്ത്രീധനത്തിൻ്റെ പേരിൽ റുവൈസുമായുള്ള വിവാഹം മുടങ്ങിയതിനാൽ മനം നൊന്താണ് കഴിഞ്ഞ ഡിസംബറിൽ ഷഹ്ന ആത്മഹത്യ ചെയ്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനിയായ ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കേസിലെ പ്രധാന പ്രതി ഡോക്ടർ റുവൈസിന് ഉപരിപഠനം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. റുവൈസിന്റെ PG പഠനം റദ്ദു ചെയ്ത് ആരോഗ്യ സർവകലാശാല ഇറക്കിയ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി. ഉത്തരവ് ഒരാഴ്ചയ്ക്കകം നടപ്പിലാക്കണമെന്നും ഉത്തരവ് നടപ്പിലാക്കിയില്ലെങ്കിൽ
റുവൈസിന് പഠനം തുടരാനായില്ലെങ്കിൽ അത് പരിഹരിക്കാനാകാത്ത പ്രശ്നമായി മാറുമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അധികൃതർ പരിഹരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഡിസംബർ 5 ഡോക്ടർ ഷഹനയെ മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള ഫ്ളാറ്റിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. സഹപാഠികൾ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അമിതമായി അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. റുവൈസിന്റെ കുടുംബം വൻതുക സ്ത്രീധനം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വിവാഹബന്ധത്തിൽ നിന്നും പിന്മാറിയതിനാൽ താൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഷഹന വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചതായി പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നു. വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചതിന് പിന്നാലെ റുവൈസ് 9 മണിയോടെ ഷഹനയെ വാട്സ്ആപ്പിൽ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. ഷഹന ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടുകൂടി തടയാതിരുന്നതും ആത്മഹത്യാ പ്രേരണാകുറ്റമായി പോലീസ് കണക്കാക്കുന്നു. ഷഹനയുടെ ഫ്ളാറ്റിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുകയും ആത്മഹത്യാക്കുറിപ്പിൽ പ്രതി റുവൈസിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. തുടർന്ന് കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ നിന്നും റുവൈസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആത്മഹത്യാ പ്രേരണാകുറ്റം, സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ തുടങ്ങിയവയാണ് റുവൈസിനെതിരെ പോലീസ് ചാർജ് ചെയ്തിരിക്കുന്നത്. എന്നാൽ താൻ ഈ കേസിൽ നിരപരാധിയാണെന്നും പഠനത്തിന് ശേഷം വിവാഹം മതിയെന്നാണ് തന്റെ കുടുംബം ഷഹനയുടെ കുടുംബത്തോട് ആവശ്യപ്പെട്ടതെന്നുമായിരുന്നു റുവൈസ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയത്. പോലീസ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേസെടുത്തത്. യാഥാർത്ഥ്യം എന്തെന്ന് നേരിട്ടറിയാൻ പോലും പോലീസ് ശ്രമിച്ചില്ല എന്നും റുവൈസിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചു. അതേസമയം പോലീസിനെ റുവൈസ് വിമർശിച്ചതിന്റെ പ്രതികാരമാണ് ഈ കേസിൽ കാണിക്കുന്നതെന്നും അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിക്കുകയുണ്ടായി. തുടർന്ന് ജാമ്യം ലഭിച്ച ശേഷമാണ് റുവൈസ് ഉപരിപഠനത്തിലുള്ള സാധ്യത തേടി കോടതിയെ സമീപിച്ചത്. ന്യൂസ് 18 കൊച്ചി. കട്ടപ്പന ഇരട്ടക്കൊലക്കേസിൽ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. മുഖ്യപ്രതിയുടെ വെളിപ്പെടുത്തൽ പുറത്തുവന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്താനാകാത്തത് പോലീസിന് ക്ഷീണമായിട്ടുണ്ട്. 3 പ്രതികളെയും ഒരുമിച്ച് ചോദ്യം ചെയ്താൽ സംഭവങ്ങളുടെ ചുരുളഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷ. 1-ാം പ്രതി നിതീഷിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കട്ടപ്പന കോടതി മാറ്റിവെച്ചു. കട്ടപ്പന ഇരട്ടക്കൊലക്കേസിലെ മുഖ്യപ്രതി നിതീഷിനെ കഴിഞ്ഞ ദിവസം കോടതി വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഇയാളുടെ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേട്ടെങ്കിലും വിധി പറയുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. ചികിത്സയിലായിരുന്ന 2-ാം പ്രതി വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസം പീരുമേട് സബ് ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഇയാളെ വീണ്ടും പീരുമേട് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനാൽ പോലീസിന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനായിട്ടില്ല. ഇതിനായി അടുത്ത ദിവസം പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യയും 3-ാം പ്രതിയുമായ സുമയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയോ മൊഴിയെടുക്കുകയോ ചെയ്തിട്ടില്ല. അടുത്ത ദിവസം വിഷ്ണുവിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമെന്നാണ് പോലീസ് കരുതുന്നത്. തുടർന്ന് 3 പേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നതോടെ നവജാത ശിശുവിന്റെ മരണത്തിലടക്കം തെളിവുകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന വഴിയിൽ പ്രതി കൈവിലങ്ങുമായി രക്ഷപ്പെട്ടു. മോഷണക്കേസ് പ്രതി കൊണ്ടോട്ടി സ്വദേശി ഷിജിൽ ആണ് കോഴിക്കോട് വെള്ളയിൽ ഭാഗത്ത് ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടത്.
പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കോഴിക്കോട് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് ജിംബൂട്ടൻ എന്ന ഷിജിൽ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞത്. ട്രെയിനിലാണ് പ്രതിയുമായി പോലീസ് സഞ്ചരിച്ചിരുന്നത്. ട്രെയിൻ വെള്ളയിൽ സ്റ്റേഷൻ പിന്നിട്ടപ്പോൾ വേഗത കുറഞ്ഞ സമയം നോക്കി പ്രതി ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു. രാവിലെ 10:25ഓടെ ഒരു കൈയിൽ വിലങ്ങുമായാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ഇതര സംസ്ഥാന തൊഴിലാളിയെ തടഞ്ഞു നിർത്തി മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിലാണ് ഷിജിലിനെ വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് കോഴിക്കോട് ജില്ലാ ജയിലിലാണ് ആദ്യം പാർപ്പിച്ചിരുന്നത്. ഇയാൾക്കെതിരെ ഫറോക്ക് സ്റ്റേഷനിലും കേസുണ്ടായിരുന്നു. തുടർന്ന് ഈ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത് കണ്ണൂർ ജയിലിലേക്ക് അയച്ചു. വീണ്ടും കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് സംഭവം. ന്യൂസ് 18 കണ്ണൂർ. കൊല്ലത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ യുവാവും മുൻപ് പീഡിപ്പിച്ചയാളും അറസ്റ്റിൽ. വട്ടപ്പാറ സ്വദേശി നൌഷാദ്, വെളിയം സ്വദേശി ശരത് എന്നിവരാണ് അറസ്റ്റിലായത്. പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോകവേ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നൌഷാദ് പിടിയിലായത്. 4 മാസം മുമ്പ് ശരത് പീഡിപ്പിച്ചതായി പെൺകുട്ടി വെളിപ്പെടുത്തിയതോടെ ഇയാളും അറസ്റ്റിലായി. പത്താം ക്ലാസ് വിദ്യാർത്ഥിനി പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ തിരികെ എത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നൌഷാദിനെയും പെൺകുട്ടിയെയും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടി. പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്ന നൌഷാദ് പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെത്തി ആദ്യം കിട്ടുന്ന ട്രെയിനിൽ എവിടേക്കെങ്കിലും പോവുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. പൂയപ്പള്ളി പോലീസിന്റെ സമയോചിത ഇടപെടൽ മൂലമാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് നൌഷാദിനെതിരെ പോലീസ് കേസെടുത്തു. തുടർന്ന് നടത്തിയ വൈദ്യപരിശോധനയിൽ പെൺകുട്ടി ലൈംഗിക പീഡനത്തിനിരയായതായി തെളിഞ്ഞു. ഇതോടെയാണ് 4 മാസം മുൻപ് വെളിയം സ്വദേശി ശരത്ത് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തിയത്. ഇതോടെ ശരത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. കേരളത്തിലേക്ക് രാസലഹരി ഒഴുകുന്നത് ബാംഗ്ലൂരുവിൽ നിന്നാണ്. കേരളത്തിലേക്ക് MDMA കടത്തുന്ന സംഘത്തിലെ പ്രധാനിയെ അതിസാഹസികമായി കൊച്ചി മരട് പോലീസ് പിടികൂടി. നൈജീരിയ സ്വദേശി ചിംബേര മാക്സ്വെല്ലിനെയാണ് ബംഗളൂരു വിജയനഗറിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിലേക്ക് കാറിൽ വൻതോതിൽ രാസലഹരി കടത്തുന്ന സംഘത്തിലെ 3 പേരെ 101 ഗ്രാം ലഹരിമരുന്നുമായി കഴിഞ്ഞ വർഷം മാർച്ചിൽ മരട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അന്വേഷണത്തിൽ 2 പേർ കൂടി പിന്നീട് പിടിയിലായി. 6 മാസത്തിനിടെ 30 തവണയാണ് ഈ സംഘം ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് കാറിൽ MDMA കടത്തിയത്. ഞെട്ടിക്കുന്ന ഈ വിവരത്തെ തുടർന്നുള്ള അന്വേഷണം ചെന്നെത്തിയത് നൈജീരിയൻ സ്വദേശിയിലേക്കാണ്. തുടർന്നാണ് മരട് പോലീസ് ബംഗളൂരുവിലെത്തി പ്രതി ചിബേര മാക്സ്വെല്ലിനെ പിടികൂടിയത്. പിടിക്കാനെത്തിയ പോലീസിനെ കത്തിവീശി ആക്രമിക്കാൻ ചിബേര ശ്രമിച്ചെങ്കിലും തോക്ക് ചൂണ്ടി കീഴ്പ്പെടുത്തുകയായിരുന്നു. പാസ്പോർട്ടോ മറ്റ് രേഖകളോ ഇല്ലാതെയാണ് ഇയാൾ ഇന്ത്യയിൽ തങ്ങിയിരുന്നതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. മൊത്തവിതരണക്കാരനാണ് ചിബേരയെന്നും 2 വർഷമായി കേരളത്തിലേക്ക് MDMA വിതരണം ചെയ്തിരുന്നതായും പോലീസ് പറയുന്നു. 8 പേരടങ്ങുന്ന പോലീസ് സംഘമാണ് ബംഗളൂരുവിലെത്തി പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 കൊച്ചി.
കാസർഗോഡ് വ്യാപാര ഭവനിൽ വൻ കവർച്ച. വ്യാപാരി ക്ഷേമ സഹകരണ സംഘത്തിന്റെ ലോക്കർ തകർത്താണ് 1.5 ലക്ഷത്തോളം രൂപ അപഹരിച്ചത്. സംഭവത്തിൽ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നഗരഹൃദയത്തിൽ കാസർഗോഡ് ബ്ലോക്ക് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന വ്യാപാര ഭവനിലാണ് വൻ കവർച്ച നടന്നത്. 1.5 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായാണ് കണക്ക്. ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാരി ക്ഷേമ സഹകരണ സംഘത്തിന്റെ ലോക്കർ ഇളക്കിയെടുത്ത് പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. വ്യാപാരികളിൽ നിന്നും ദിവസേന എടുക്കുന്ന കളക്ഷൻ തുകയായ 1.37 ലക്ഷം രൂപയടങ്ങുന്ന ലോക്കറാണ് കടത്തിക്കൊണ്ടുപോയത്. ഇതുകൂടാതെ മേശവലിപ്പിൽ ജീവനക്കാർ സൂക്ഷിച്ച 2000 രൂപയും കളക്ഷൻ ഏജന്റിന് നൽകാനായി വെച്ച 10,000 രൂപയും കവർന്നിട്ടുണ്ട്. വ്യാപാര ഭവന്റെ മുൻവശം ഗേറ്റ് പൂട്ടി കാവൽക്കാരൻ നിൽപ്പുണ്ടായിരുന്നു. കവർച്ച നടന്ന വിവരം കാവൽക്കാരൻ അറിഞ്ഞിരുന്നില്ല. പോലീസുകാർ വന്ന് പരിശോധിക്കുന്ന സമയത്ത് ഓഫീസിൻ്റെ അകത്ത് ഷെൽഫിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിട്ടുള്ള ലോക്കർ അത് അങ്ങനെ ഇളക്കി കൊണ്ടുപോയി. അതിൽ ഏകദേശം 1,37,000 രൂപ ലോക്കറിലുണ്ടായിരുന്നു. അതിന് പുറത്ത് 10,15,000 രൂപ ഷെൽഫിലുണ്ടായിരുന്നു. ഈ പൈസ ഇല്ല, ബാക്കി സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടില്ല. ലോക്കറടക്കം എടുത്തുകൊണ്ടുപോയി. രാത്രി ഏകദേശം 1 മണി വരെ ഒരാളുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഗേറ്റ് മാൻ ഇവിടെയുണ്ട്, ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തെ കൂടി കയറി മോഷണം നടത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിൻവശത്ത് മരങ്ങളും മറ്റും വെട്ടിയിട്ട സ്ഥലത്തുകൂടിയാണ് മോഷ്ടാവ് സഹകരണ സംഘത്തിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്നത്. ഓഫീസിൽ കയറിയ മോഷ്ടാവ് പണം സൂക്ഷിച്ച ലോക്കറുമായി വന്ന വഴിയെ തന്നെ കടന്നുകളയുകയായിരുന്നുവെന്നാണ് സംശയിക്കുന്നത്. രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പണവും മറ്റും കൊണ്ടുപോയതായി വ്യക്തമായത്. സഹകരണ സംഘം സെക്രട്ടറി അനിതയുടെ പരാതിയിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തായി പ്രവർത്തിക്കുന്ന KCB ഓഫീസിലെ CCTV ക്യാമറ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഹൈറേഞ്ചിലെ കുരിശുപള്ളികൾ കല്ലെറിഞ്ഞ് തകർത്ത സംഭവത്തിൽ ഇടുക്കി പുളിയന്മല സ്വദേശി വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുളിയന്മല ചെറുകുന്നേൽ ജോബിൻ ആണ് അറസ്റ്റിലായത്. തൻ്റെ വിവാഹം നിരന്തരം മുടക്കുന്ന സഭാ അധികൃതരോടുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. കട്ടപ്പന, കമ്പംമേട്ട്, ചേറ്റുകുഴി, 20 ഏക്കർ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ കുരിശുപള്ളികൾ കല്ലെറിഞ്ഞു തകർത്ത സംഭവത്തിലാണ് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുളിയന്മല BTR സ്വദേശി ചെറുകുന്നേൽ ജോബിൻ ജോസാണ് പിടിയിലായത്. ആക്രമണത്തിന് പിന്നാലെ വണ്ടൻമേട് SHO ഷൈൻകുമാറിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരുന്നു. ഈ സംഘമാണ് പ്രതിയെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. തന്റെ വിവാഹം നിരന്തരമായി മുടക്കുന്ന സഭാ അധികൃതരോടുള്ള വൈരാഗ്യമാണ് കുരിശുപള്ളികൾ തകർക്കാൻ കാരണമായതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി. മാർച്ച് 12 പുലർച്ചെയാണ് കട്ടപ്പന മേഖലയിലെ ഓർത്തഡോക്സ്, കത്തോലിക്ക സഭകളുടെ കീഴിലുള്ള 8 കുരിശുപള്ളികൾക്ക് നേരെ ആക്രമണം നടന്നത്. പുളിയന്മല അമല മനോഹരി കപ്പേളയുടെ ചില്ല് ബൈക്കിലെത്തി എറിഞ്ഞു തകർക്കുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളും പ്രതി ഉപയോഗിച്ചിരുന്ന ബൈക്കും വസ്ത്രവുമാണ് കേസിന് തുമ്പുണ്ടാക്കാൻ സഹായകമായത്. SI ഡിജു ജോസഫ്, ASI ജെയിംസ് ഉൾപ്പെടെയുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇടുക്കി. അശ്ലീല ഉള്ളടക്കത്തിൻ്റെ പേരിൽ 18 OTT പ്ലാറ്റ്ഫോമുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിലക്ക്. ഇതിനു പുറമെ 19 വെബ്സൈറ്റുകൾക്കും 10 ആപ്പുകൾക്കും 57 സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിൻ്റെതാണ് നടപടി. അശ്ലീല ഉള്ളടക്കത്തിന്റെ പേരിലാണ് 18 OTT പ്ലാറ്റ്ഫോമുകൾക്ക് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം വിലക്കേർപ്പെടുത്തിയത്. പലതവണ മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് നടപടിയെന്നാണ്
മന്ത്രാലയത്തിന്റെ വിശദീകരണം. ഇതിന് പുറമെ 19 വെബ്സൈറ്റുകൾ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള 7 എണ്ണമടക്കം 10 ആപ്പുകൾ, 57 സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ എന്നിവയ്ക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന ഉള്ളടക്കമെന്ന കുറ്റത്തിന് IT ആക്ട് പ്രകാരമാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഡ്രീംസ് ഫിലിംസ്, മൂവി, യസ്മ, അൺകട്ട്, അഡ്ഡ, ട്രീ ഫിക്സ്, എക്സ് പ്രൈം, നിയോൺ എക്സ് VIP, ബെഷർമാസ്, ഹണ്ടേഴ്സ്, റാബിറ്റ്, എക്സ്ട്രാ മൂഡ്, ന്യൂ ഫ്ലിക്സ്, മൂഡ് എക്സ്, മോജോ ഫ്ലിക്സ്, ഹോട്ട് ഷോട്ട്സ് VIP, ഫ്യൂജി, ചിക്കു ഫ്ലിക്സ്, പ്രൈം പ്ലേ എന്നീ OTT പ്ലാറ്റ്ഫോമുകളാണ് വിലക്കിയിട്ടുള്ളത്. പോണോഗ്രഫിക്ക് തുല്യമായ ഉള്ളടക്കമാണ് ഇതിൽ പലതിലും നൽകുന്നതെന്നാണ് കണ്ടെത്തൽ. ധാരാളം കാഴ്ചക്കാരും ഡൗൺലോഡുകളും ഉള്ള OTT പ്ലാറ്റ്ഫോമുകളും വിലക്കിയവയിൽ ഉൾപ്പെടുന്നു. ന്യൂസ് 18 ഡൽഹി. ഇനി കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. 130 കോടി രൂപയുടെ വായ്പ വാഗ്ദാനം ചെയ്ത് പ്രമുഖ മലയാള നടിയുടെ കയ്യിൽ നിന്ന് 37 ലക്ഷം രൂപ തട്ടിയെടുത്ത കൊൽക്കത്ത സ്വദേശിയെ കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു. 51-കാരനായ യാസർ ഇക്ബാലിനെയാണ് കൊൽക്കത്തയിൽ നിന്ന് സാഹസികമായി പിടികൂടിയത്. സംഘത്തിലെ മറ്റൊരാളെ പിടികിട്ടാനുണ്ട്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ 35 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളുമായി ഒരാൾ അറസ്റ്റിൽ. മഴുവടി സ്വദേശി സിജോയെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. വയനാട് തോൽപ്പെട്ടിയിൽ മതിയായ രേഖകളില്ലാതെ കാറിൽ കടത്തിക്കൊണ്ടുവന്ന 1 കിലോ 600 ഗ്രാം സ്വർണം പിടികൂടി. നിലമ്പൂർ സ്വദേശികളായ നൌഫൽ M, റഷീദ് TC, നസീമ P എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. പിടികൂടിയ സ്വർണം തുടർ നടപടികൾക്കായി വയനാട് GST വകുപ്പിന് കൈമാറി. തൃശൂർ ചാലക്കുടി മുരിങ്ങൂർ പാലത്തിനടിയിൽ അസ്ഥികൂടം കണ്ടെത്തി. കഴിഞ്ഞ കുറേ നാളായി പ്രദേശം കാടുകയറി കിടക്കുകയായിരുന്നു. അസ്ഥികൂടം പുരുഷൻ്റെതാണെന്നാണ് നിഗമനം. കൊരട്ടി പോലീസും ഫോറൻസിക് വിദഗ്ധരും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹാവശിഷ്ടങ്ങൾ വിശദ പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സമീപ പ്രദേശങ്ങളിൽ നിന്നും കാണാതായവരെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ പോലീസ് പെട്രോൾ ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി.